പാലാ ജനറൽ ആശുപത്രിയിൽ പുതിയ ബിൽഡിംഗ് പണിത് അതിൻ്റെ 5ാം നിലയിലാണ് സർജറി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവിൽ 5 നിലയ്ക്ക് മേൽ വലിപ്പമുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം പാലാ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുകയും അതിന്റെ 5ാം നിലയിൽ സർജറി നടക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഗവൺമെന്റിൽ ഇരുന്നപ്പോഴാണ് വെറുതെ മണ്ടത്തരം ഇതൊരു മര്യാദയാണ്. എന്ത് മണ്ടത്തരം പറയുന്നത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുമോ? 3 ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഒറ്റ ദിവസം നടത്തിയ ഇന്ത്യയിലെ ഏക മെഡിക്കൽ കോളേജുള്ള നമ്മുടെ ജില്ല, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മോശക്കാരാണോ? അനുഭവത്തിൽ ജയിക്കിന് പറയാനുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പട്ടികകളുടെ കണക്കാണ്. പക്ഷേ അങ്ങ് ഈ ചർച്ച കഴിഞ്ഞ് എൻ്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് പാലാ ആശുപത്രിയിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ പട്ടികകളുടെ ഒന്നും കണക്ക് കാണില്ല. കുറേ പട്ടികൾ, തെരുവ് നായ്ക്കളാണ് അവിടെ ഉള്ളത്. അതായത് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം, കേരളത്തിൻ്റെ നേർചിത്രം ആശുപത്രിയിൽ ചെല്ലുന്നവർക്ക് അങ്ങ് ഈ പറഞ്ഞ പട്ടികകളെ കാണാൻ പറ്റില്ല. പച്ച മലയാളത്തിൽ സിമ്പിളായി പറഞ്ഞാൽ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പട്ടികൾ മാത്രമേ ഉള്ളൂ, ഡോക്ടർമാരും ഇല്ല. ആ അവസ്ഥയാണുള്ളത്. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ മത്സരിക്കുന്ന ആൾ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ചുറ്റി അരിവാൾ നക്ഷത്രം, വാർഡ് 26. നിങ്ങൾ 3 സീറ്റിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ല. പുതുപ്പള്ളിക്കാരൻ മനസ്സിലാക്കണം. 3 സീറ്റിൽ സ്ഥാനാർത്ഥി ഇല്ല. ജയിച്ചു വരുന്നവർ ആർക്ക് വേണ്ടി കൈവക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ പിള്ളേരെല്ലാം വിദേശത്തേക്ക് പോവുക. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ മുഴുവൻ ഇന്ത്യ വിടുകയാ. +2 കഴിഞ്ഞ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് പോവാൻ സമയമില്ല. എന്തായാലും വളരെ 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 ശക്തമായ വിഷയങ്ങൾ. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക? രാഷ്ട്രീയ വിവാദങ്ങൾ മാത്രമാണോ? അല്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നത് ആരോഗ്യ മേഖല, റബ്ബറിന്റെ വില, അങ്ങനെ നിരവധി വിഷയങ്ങളാണ്. അങ്ങനെ കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ നിരവധി വിഷയങ്ങൾ, ജനങ്ങളുടെ ജീവൽ സംബന്ധിയായ നിരവധി വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ്, അതിന്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ പാലായിൽ കണ്ടത്.